ഇവിടെ കൂടുതലും അരിപ്പൊടി വെച്ചിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ടേ കഴിക്കുള്ളൂ. ഗോതമ്പ് പൊടി അങ്ങനെ റെയറാണ് കേട്ടോ. അപ്പോൾ ഒരിക്കൽ ഞാനിവിടെ ഗോതമ്പ് പൊടി മേടിച്ചപ്പോൾ അത് ഞാൻ ഈ ബക്കറ്റിലിട്ട് വെച്ചിരുന്നു. ആ ടൈമിൽ ഞാൻ ചപ്പാത്തി, അപ്പം, പുട്ട് അങ്ങനെയൊക്കെ ഐറ്റംസ് ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. പിന്നെ നമ്മളത് ഉണ്ടാക്കി ഉണ്ടാക്കി കുറച്ച് പൊടി അതിൽ ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അരിപ്പൊടി വെച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആയിട്ടോ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൽ ഗോതമ്പ് പൊടിയുള്ള കാര്യം ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ നാളുകൾക്ക് ഇപ്പുറം ഞാൻ ആ കബോർഡ് ക്ലീൻ ആക്കുന്ന സമയത്തുണ്ടല്ലോ, ബക്കറ്റ് തുറന്ന് നോക്കിയപ്പോൾ അതിൽ കുറച്ച് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ ഗോതമ്പ് പൊടിയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനും പറ്റില്ല. അതിൻ്റെ കളറും അതിൻ്റെ ടെക്സ്ചർ മൊത്തത്തിൽ തന്നെ മാറിയിട്ടുണ്ടായിരുന്നു. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ബക്കറ്റ് വേഗം തന്നെ കാലിയാക്കി അതൊന്ന് ക്ലീൻ ആക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കുറച്ച് പച്ചമാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനത് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇവിടെ മാങ്ങ അച്ചാറിട്ടാലുണ്ടല്ലോ പെട്ടെന്ന് കാലിയാവും കേട്ടോ. അത്രയ്ക്ക് ഇഷ്ടമാണ് ഇവിടെ പച്ചമാങ്ങ അച്ചാറിട്ടിട്ടുണ്ട്. ഈ മാങ്ങ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തോ ഒന്ന് മനസ്സിലൂടെ ഓടിയില്ലേ, അത് തന്നെ. ഇത് അയൽവാസിയുടെ മാങ്ങയാട്ടോ. ഞാൻ ഇതിന് മുമ്പ് ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ ഈ വ്ലോഗ് എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടോ. ആ മാങ്ങ പറിച്ച ദിവസം തന്നെ ഞാനിത് അച്ചാറിടാനായിട്ടുള്ള പ്രിപ്പറേഷനിലായിരുന്നു. പക്ഷെ ഞാൻ ആ വ്ലോഗ് എടുത്ത് വെച്ചിട്ട് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായി പോയതാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ദോശയ്ക്കുള്ള മാവൊക്കെ ഞാൻ ഒന്ന് അരച്ചെടുക്കാണ് കേട്ടോ. 4 മണിയായപ്പോൾ ഞാൻ കുറച്ച് അരി മുഴുന്നൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ അരിച്ചെടുക്കാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ചെക്കിങ്ങിനായിട്ട് മോൾ ഇവിടെ കയറിയിട്ടുണ്ട് കേട്ടോ. ഇവളോടാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അവൾ അനുസരിക്കുകയില്ല. അന്ന് നമ്മളായിട്ട് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ട് ഒറ്റ പോക്കാണ് കേട്ടോ. ഇപ്പം ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന ടൈമിൽ എന്താ എന്നെ പറ്റി പറഞ്ഞേ, എന്താ എന്നെ പറ്റി പറഞ്ഞേന്നൊക്കെ ചോദിച്ച് ആൾ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ കേട്ടിരിക്കണ്ട കേട്ടോ. കട്ട് ചെയ്ത് വെച്ച മാങ്ങയിലേക്ക് മുളക് പൊടി, മഞ്ഞപ്പൊടി, അച്ചാർപ്പൊടി, കായപ്പൊടി, ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടി ചേർത്ത് ഒരു 10 മിനിറ്റ് നേരം വെക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കുവേ. ഇതിൻ്റെ ഇടയ്ക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇട്ട് ഞാൻ ഒന്ന് കടുക് താളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ കടുക് താളിക്കുന്ന ടൈമിൽ ഞാൻ സാധാ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടല്ല കുക്ക് ചെയ്തെടുക്കുന്നത്. ഇത് കടുക് ഓയിലാണ് കേട്ടോ. അപ്പം നമുക്ക് എക്സ്ട്രാ കടുകൊക്കെ ഇങ്ങനെ പൊടിച്ച് ചേർക്കണമെങ്കിൽ അങ്ങനെയൊന്നും ചേർക്കണ്ട. അതിൻ്റെ ഫ്ലേവർ ഓൾറെഡി ഇതിൽ എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇതിൻ്റെ മേലെ കൂടെ കുറച്ച് കടുക് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.